ഇപ്പൊ ഈ ഞാനിലേക്കും തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ചോദിച്ചത് ഞാനെ വെച്ച് ചലഞ്ചിങ് അല്ലേ ആയിരുന്നോ? ഇല്ല, ഞങ്ങൾ അങ്ങനെ വീക്കെൻഡ് ഇന്ന നടനെ വെച്ച് ചലഞ്ച് അങ്ങനെ ചിന്തിക്കില്ല. നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന ആക്ട് ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ല നമ്മൾ അതിൻ്റെ അത് വേറെ ചിന്തിക്കാറില്ല. അത് മാത്രമല്ല, വീക്കെൻഡ് നടനപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനർ കൂടിയാണ്. മനസ്സിലായി? അപ്പം RDX ആയിക്കോട്ടെ, കൊണ്ടലായിക്കോട്ടെ, ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക്. അപ്പം ആ രീതിയിൽ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും. അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവരെ ഒരു എന്താ പറയുക, ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ആ ബ്ലൈൻഡായിട്ട് ഒരു ക്യാമ്പിൽ എടുക്കുന്നത്. അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാൽ മിന്നൽ മുരളി ഞാനും ഡിക്റ്റേറ്റീവ് ഉജ്ജലുമായിട്ട് ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട്. അതായത് മിന്നൽ മുരളി 2 അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് ഉജ്ജലിന്റെ 2ാം ഭാഗം വരുമ്പോൾ രണ്ടാമത് നോക്കിക്കോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി. സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത 3 മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും. അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ ഡിസ്കഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് അങ്ങനെ പറയല്ലേ. പുള്ളി പേഴ്സണലായിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും, അതിനകത്ത് തമാശ കലർന്ന അല്ലെങ്കിൽ തമാശപരമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ല. പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ്. പക്ഷെ എന്തായാലും മടി പിടിച്ച് എഴുതുന്നില്ല. പുള്ളിയുടെ അടുത്ത് എനിക്ക് ഒന്ന് 2-2.5 വർഷം മുമ്പ് പറഞ്ഞപ്പോൾ സബ്ജക്റ്റിന്റെ ഇതിവൃത്തം ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെ നല്ല 1-2 സബ്ജക്റ്റ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ ഞാൻ മിനിമം പറഞ്ഞു. അപ്പൊ ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യും, അമിതമായിട്ട് ടേക്സ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ, ആ ഒരു ക്വാളിറ്റി പുള്ളിക്ക് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ടെക്നീഷ്യനായിട്ട് പുള്ളി ശോഭിക്കണം. അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം. ഇന്റർവ്യൂവിൽ ഒരു മനുഷ്യൻ എന്താ അന്യമല്ലോ നല്ലോണം മനസ്സിലായി, പണം മനസ്സിലായി. അപ്പോഴും എക്സ്പീരിയൻസ് കണ്ണൂർ സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്നോ? എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ? പക്ഷെ പുള്ളിക്ക് അധികം വയ്ക്കാനൊക്കെ പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞോട് പിന്നെ ഇപ്പൊ മൂവി കാണുമ്പോ പല സ്ഥലത്തും ശ്രീനി സാറിന്റെ ഒരു മാനറിസംസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വ്യാജേട്ടന്റെ പല ഷോട്ട്സിലും. അത് അറിഞ്ഞുകൊണ്ടിട്ടതാണോ അതോ ഔട്ട് കണ്ടപ്പോ ചേട്ടന് ഫീൽ ചെയ്തായിരുന്നോ? എന്റെ അച്ഛനല്ലേ ചിലപ്പോ തോന്നിയേക്കാം. എന്റെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യം, താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടന് രാത്രിയാ പോയത് അല്ലേ? ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനത്തെ പറഞ്ഞില്ല അല്ലേ? അതെ. എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMയുടെ ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ സ്പൂഫ് മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപിനോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛന്റെ മാനറിസ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപിനോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്തതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി, ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ
എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയും ചെയ്തു. അതിൽ ഏറ്റവും അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു. എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടേന്റെ സിനിമ കാണാൻ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ ഞാൻ ചോദിച്ചു, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസനൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ.